ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾ കണ്ടോളൂ. ഇതാണ് നമ്മുടെ കർക്കിടകത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റിയ 10 ഇലകളിലുള്ള ചീരയിലയുടെ വെറൈറ്റിയാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ തൊടിയിലൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന ഒന്നാണ് ഈ ചീര. ഈ ചീര നിങ്ങൾ കഴിച്ചിട്ടില്ലേ? കണ്ടോ, ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുക? ഞാനിവിടെ കേട്ടിരിക്കുന്നത് പൊന്നാങ്കണ്ണി എന്നാണ്. നിങ്ങളുടെ അവിടെ എന്താണ് ഇതിന് പേര് പറയുക? നിങ്ങൾ കമൻ്റായിട്ട് എന്നെ അറിയിക്കാൻ മറക്കല്ലേ. നിങ്ങളെൻ്റെ ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കൂ. എന്നിട്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി ഈ കർക്കിടകത്തിൽ ഉണ്ടാക്കി കഴിക്കൂ കേട്ടോ. ഇനി നമുക്ക് ഈ ചീരയില നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. എന്നിട്ട് വെള്ളം വാരാനായിട്ട് നമുക്കൊരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് നമുക്കൊരു 250 ml കപ്പിൽ 1 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 10 ചുവന്നുള്ളി ചുള നമുക്കിട്ട് കൊടുക്കാം. ഒരു 7 വറ്റൽ മുളകാണ് ഞാനിവിടെ ചെറിയ പീസുകളാക്കിയിട്ട് എടുത്ത് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിതൊന്ന് ചതച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കടുകിട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വന്നാൽ നമുക്കിതിലേക്ക് കഴുകി ക്ലീൻ ചെയ്തെടുത്ത് നമ്മുടെ ഈ ചീരയില, വെള്ളമൊക്കെ വാർന്നു കഴിഞ്ഞ ചീരയില നമുക്കിതിലേക്കൊന്ന് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. വെളിച്ചെണ്ണക്കൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയാണല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഓയിലാണോ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് അതും എടുക്കാം കേട്ടോ. 2 ടേബിൾ സ്പൂൺ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. 5 മിനിറ്റിന് ശേഷം നമുക്കിത് വീണ്ടും ഒന്ന് തുറന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചീരയില ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് തേങ്ങാ ചമ്മന്തി ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചതച്ചെടുത്ത നമ്മുടെ ഈ തേങ്ങാ ചമ്മന്തി കൂടി ഇതിലേക്ക് ചേരുമ്പോൾ നല്ല സ്വാദാണ്. ഇതിൻ്റെ മണം വേറെ ഒരു ലെവലാണ് കേട്ടോ. നിങ്ങളുടെ പറമ്പിലൊക്കെ ഇതുണ്ടെങ്കിൽ പൊട്ടിച്ച് എന്തായാലും ഈ കർക്കിടകത്തിൽ നിങ്ങൾ ഇതുണ്ടാക്കി കഴിക്കാൻ മറക്കല്ലേ. എന്നാൽ നമുക്ക് ഇതിലേക്ക് ചമ്മന്തി ചേർത്ത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് നേരം നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഓൾറെഡി നമ്മുടെ ചീരയില നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി മൂടി വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ചമ്മന്തി ഒന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്കൊരു 2 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇങ്ങനെ ഇളക്കി കൊടുത്ത് കൂട്ടി വെച്ചതിന് ശേഷം ഉപ്പുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. നമ്മുടെ ചീരയില ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ രുചികരമായ ഒരു ചീരയില തോരനാണിത്. നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.